കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ സ്വീകരണം തന്നെ അദ്ദേഹത്തിന് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകാനായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് അദ്ദേഹം മണ്ഡലത്തിലെത്തിയത്? വലിയ ഒരുക്കങ്ങൾ, വലിയ സ്വീകരണമാണോ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്? സന്ദീപ് വാര്യർക്ക് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ സ്വീകരണം നൽകുന്ന കാഴ്ചകൾ, UDF പ്രവർത്തകർ സ്വീകരണം നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ആവേശത്തിലാണ് തൃക്കരിപ്പൂരിലെ പ്രവർത്തകരുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യരാണ് തൃക്കരിപ്പൂരിൽ മത്സരിക്കാനെത്തുന്ന പറഞ്ഞ സമയത്ത് വലിയ പ്രതിഷേധം DCC നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തൃക്കരിപ്പൂരിൽ പുറത്തുനിന്നുള്ള ആളെ വേണ്ട എന്നൊരു നിലപാടിലേക്ക് DCC നേതൃത്വം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഷാഫി പറമ്പിന്റെ നോമിനിയായാണ് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ ഇടപെട്ടതോടുകൂടി ഈ ഒരു സമവായ നീക്കത്തിലേക്ക് എത്തുകയും തുടർന്ന് സന്ദീപ് വാര്യരെ ഒരുമിച്ച് ജയിപ്പിക്കുമെന്ന ഒരു തീരുമാനത്തിലേക്ക് DCC എത്തുകയും ചെയ്തു. ഇപ്പോൾ സന്ദീപ് വാര്യർ അല്പം മുമ്പ് ഇവിടെ എത്തിയ ട്രെയിനിലാണ്, ഹൈദരാബാദിലേക്കുള്ള ട്രെയിനിലാണ് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 60,000-ലധികം വോട്ടുള്ള മണ്ഡലമാണ്. 60,131 വോട്ടാണ് UDF കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചത്. ഇത്തവണ UDF കോൺഗ്രസിന് സീറ്റ് വേണമെന്നൊരു ആവശ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു. അതിനുശേഷമാണ് കാഞ്ഞങ്ങാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയും പിന്നീട് ഈ തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തത്. തൃക്കരിപ്പൂർ സീറ്റ് ഏറ്റെടുത്തത് മുതൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പേര് നിർദ്ദേശിച്ചിരുന്നു. DCC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര്, ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് തൃക്കരിപ്പൂരിലേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ ഇവിടെയുള്ള നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത രൂക്ഷമായി, അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. ഇതോടുകൂടിയാണ് ഷാഫി പറമ്പിൽ വിഷയത്തിൽ ഇടപെട്ടത്. AICC യോഗത്തിൽ വെച്ച് ഷാഫി പറമ്പിൽ സന്ദീപ് വാര്യരുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിലേക്ക് ഇന്നലെ തന്നെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരാണ് മത്സരിക്കുന്നതെന്ന കാര്യത്തിൽ ഉറപ്പാവുകയും ചെയ്തു. സന്ദീപ് വാര്യർ DCC പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചപ്പോഴായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉടലെടുത്തത്. ആ പ്രതിഷേധമൊക്കെ എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി ശമിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാൽ നേരിട്ട് ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിക്കും തിരക്കും ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ്. ഇവിടെ നിന്ന് ഈ സ്ഥാനാർത്ഥിയെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു ആരവത്തിലാണ് പ്രവർത്തകരുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകുകയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.